നമസ്കാരം. അമേരിക്കൻ ജാലകത്തിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജാലകം തുറന്നാൽ വിസ്മയം, ജാലകം തുറന്നാൽ അത്ഭുതം, മലയാള പെരുമ നിറഞ്ചാലകം, അമേരിക്കൻ ജാലകം. വിണ്ണിൽ തൊട്ടു നിൽക്കും മണ്ണിൻ മിഴിയായി ജാലകം, തീരാ വർണ്ണജാലം നിറയും മഴയായി ജാലകം. വിണ്ണിൽ തൊട്ടു നിൽക്കും മണ്ണിൻ മിഴിയായി ജാലകം, തീരവർണ്ണജാലം നിറയും മഴയായി ജാലകം. അമേരിക്കൻ ജാലകം, അമേരിക്കൻ ജാലകം, അമേരിക്കൻ ജാലകം. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ്. ഇന്ന് എല്ലാവരും പുതിയ പുതിയ ട്രെൻഡിന് പുറകെയാണ്. ഇപ്പം നമ്മൾ ഇന്ന് കാണുന്നതല്ല നാളത്തെ ട്രെൻഡ്. എന്നാൽ ഇതിനനുസരിച്ച് മാറിയില്ലെങ്കിൽ പഴഞ്ചൻ എന്ന വിളിപ്പേര് വരുമോ എന്നുള്ള പേടിയിലാണ്. അതുകൊണ്ട് തന്നെ ചേഞ്ചസ് ഇഷ്ടപ്പെടാത്തവരും വളരെയധികം പ്രയത്നിച്ച് ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മാറുവാൻ ശ്രമിക്കുന്നു. പുതിയ ട്രെൻഡിനനുസരിച്ച് അതിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ ട്രെൻഡുകൾ വളരെ പെട്ടെന്ന് മാറി മറിയുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നതല്ല നാളത്തെ പുതിയ സ്റ്റൈൽ അല്ലെങ്കിൽ ട്രെൻഡ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇപ്പോഴത്തെ ലോകത്തിൽ നമ്മൾ കണ്ണുകൾ തുറന്ന് വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് കാതുകൾ വളരെ ഷാർപ്പായിട്ട് വെച്ച് നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ട്രെൻഡിനനുസരിച്ച് പായുവാൻ സാധിക്കുകയുള്ളൂ. എന്താണെങ്കിലും ട്രെൻഡിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് ആദ്യത്തെ സെഗ്മെൻറ്റ് കണ്ടിട്ട് തിരിച്ചു വരാം. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിട്ടുള്ളത് 6 ചലച്ചിത്രങ്ങൾ സ്വന്തമായി സംവിധാനം ചെയ്യുകയും കേന്ദ്ര സംസ്ഥാന ലെവലിൽ നിരവധി അവാർഡുകൾ നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തിട്ടുള്ള ഒരു മാന്യ ബഹുമുഖ പ്രതിഭയായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. മറ്റാരുമല്ല, ശ്രീമാൻ ജോഷി മാത്യു. ശ്രീമാൻ ജോഷി മാത്യുവിനെ അമേരിക്കൻ ജാലകത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ശ്രീമാൻ ജോഷി മാത്യു, അങ്ങ് സിനിമാ രംഗത്ത് പ്രത്യേകിച്ച് അതിലും പ്രത്യേകമായിട്ട് കുട്ടികളുടെ നാടകരംഗത്തും വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബഹുമുഖ പ്രതിഭയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നിരവധി അവാർഡുകളും അങ്ങേ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ താങ്കളുടെ നില എങ്ങനെയാണ്? എവിടുന്നാണ് സിനിമാ രംഗത്തേക്ക് വന്നത്? അതിനുള്ള പ്രചോദനമായത് എങ്ങനെയാണ്? ആര് പ്രചോദനം തന്നു? ആ കാര്യങ്ങളെ പറ്റിയെല്ലാം ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി വളരെ ചുരുക്കമായിട്ടൊന്ന് വിവരിച്ചു തരാമോ? ഞാൻ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് സാഹിത്യ ക്യാമ്പുകൾ നടത്തുമായിരുന്നു. അങ്ങനെ ശ്രീ പത്മരാജനെ ഒരു ക്യാമ്പിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹം ആ ക്യാമ്പിൽ പങ്കെടുക്കുകയും അന്നു മുതൽ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്ബന്ധം പുലർത്തുകയും ചെയ്തു. പത്മരാജൻ ആദ്യമായി പെരുവഴിയമ്പലം എന്ന സിനിമ അതിൻ്റെ തിരക്കഥ രചിച്ച് അത് സിനിമയാക്കാൻ വേണ്ടി അദ്ദേഹം കാത്തിരുന്ന കാലത്ത് അതിൻ്റെ പ്രൊഡ്യൂസറായി ശ്രീ പ്രേംപ്രകാശിനെ ആദ്യമായി രംഗത്ത് കൊണ്ടുവന്നയാൾ ഞാനാണ്. അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പത്മരാജനും പ്രേംപ്രകാശും കൂടെ ഒന്നിക്കുന്ന ആദ്യത്തെ സിനിമ, അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിലിറങ്ങിയ ആദ്യ സിനിമയാണ് പെരുവഴിയമ്പലം. ആ സിനിമയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായി ജോലി ചെയ്ത് തുടങ്ങി. പിന്നീടുള്ള പല ചിത്രങ്ങളിലും അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിന് കീഴിൽ പഠിക്കുകയും മരണം വരെ അദ്ദേഹത്തിൻ്റെ സഹസംവിധായകനായി, എല്ലാ ചിത്രങ്ങളിലും ഇല്ല എങ്കിൽ പോലും അവസാനത്തെ ചിത്രമായ ഇന്നലെ, ഞാൻ ഗന്ധർവൻ തുടങ്ങിയ ചിത്രങ്ങളുടെ സഹസംവിധായകനായി സിനിമയിലേക്ക് വരികയാണ് ചെയ്തത്. അതിനുശേഷം ഒരു വർഷക്കാലം ഞാൻ എന്ത് ചെയ്യണമെന്നറിയാൻ കാത്തിരിക്കുകയായിരുന്നു. പിന്നെയാണ് നക്ഷത്രകൂടാരം എന്ന കഥയുടെ
ആശയം എൻ്റെ മനസ്സിൽ വരികയും അത് കുട്ടികൾക്ക് വേണ്ടി ഒരു സിനിമയായി മാറുകയും ചെയ്തത്. അപ്പോഴേക്കും അതിനുവേണ്ട പ്രൊഡ്യൂസർ രംഗത്ത് വന്നു. സുരേഷ് ഗോപി, ശ്വേത മേനോൻ, പിന്നെ 4-5 കുട്ടികളെ ചേർന്ന് അതൊരു സിനിമയായി. അതിനുശേഷം ഒരു കടങ്കഥ പോലെ രാജധാനി, മാൻ ഓഫ് ദി മാച്ച് തുടങ്ങിയ ചിത്രങ്ങൾ ചെയ്തെങ്കിലും എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു സിനിമയല്ല ഞാൻ ചെയ്യേണ്ടതെന്ന് പത്മരാജൻ്റെ സ്കൂളിൽ പുറത്തിറങ്ങിയ ആളെന്നുള്ള നിലയിൽ എൻ്റെ മനസ്സിലെപ്പോഴും അങ്ങനെ വരുമായിരുന്നു. അങ്ങനെ ഒരു 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഡെന്നീസ് ജോസഫിൻ്റെ 10-ാം നിലയിലെ തീവണ്ടി എന്ന കഥ കലാകുമുദി ആഴ്ചപ്പതിപ്പിൽ വായിക്കുകയും ആ കഥ എന്തുകൊണ്ട് നമുക്ക് സിനിമയാക്കിക്കൂടാ എന്ന് ഡെന്നീസുമായി ചർച്ച ചെയ്യുകയും ചെയ്തു. അങ്ങനെ അത് ഡെന്നീസ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി. എൻ്റെ സഹോദരൻ സോമു മാത്യു പ്രൊഡ്യൂസറായിട്ട് വന്നു. ആ കൂട്ടത്തിൽ ശ്രീ ജോസ് തോമസ്, അറിയപ്പെടുന്ന സംവിധായകൻ കൂടിയ ജോസ് തോമസ്, അദ്ദേഹവും പ്രൊഡ്യൂസറായി വന്നു. അങ്ങനെ ഞങ്ങളുടെ 3 സംവിധായകരുടെ, ഡെന്നീസ് ജോസഫ് സംവിധായകനാണ്, ജോസ് തോമസ് സംവിധായകനാണ്, ഞാനും ഒരു ചെറിയ സംവിധായകനാണ്. അങ്ങനെ 3 പേരും കൂടെ ചേർന്ന ഒരു പ്രോജക്റ്റായിട്ടാണ് 10-ാം നിലയിലെ തീവണ്ടി തുടങ്ങുന്നത്. അത് സംവിധാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഇത്രമാത്രം ഉയരങ്ങളിലേക്ക് എത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഫിപ്രസി അവാർഡ്, അതായത് മലയാളത്തിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ആ അവാർഡിന് അർഹമാകാൻ കഴിഞ്ഞിട്ടുള്ളൂ. സംസ്ഥാന അവാർഡ്, 2-3 സംസ്ഥാന അവാർഡ്, ഇതിലെ നായകനായിട്ട് അഭിനയിച്ച ഇന്നസെൻറ്റിന് നിരവധി പുരസ്കാരങ്ങൾ. അങ്ങനെ എൻ്റെ കരിയോഗ്രാഫിലെ ഏറ്റവും വലിയ ഒരു നല്ല വീണ്ടുമുള്ള തുടക്കമായി 10-ാം നിലയിലെ തീവണ്ടി മാറി. അതിനുശേഷം അതിനെക്കുറിച്ച് ഒരുപാട് അപ്രിസിയേഷൻസ് വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഉപദേശിയുടെ മകൻ എന്ന് പറയുന്ന ഒരു പേഴ്സണൽ സിനിമ, ഒരാളുടെ ജീവിതകഥയെ ആസ്പദമാക്കി ഒരു സിനിമ ചെയ്യണമെന്ന് അതിൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് വരികയും ഞാൻ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ വന്ന് ആ ചിത്രം പൂർത്തിയാക്കുകയും ചെയ്തു. ഇന്നത്തെ മന്ത്രി ശ്രീ KB ഗണേഷ് കുമാറാണ് അതിലെ നായകൻ. അമേരിക്കയിലെ മലയാളികൾക്കെല്ലാം അറിയാവുന്നതുപോലെ ശ്രീമതി ദിവ്യ ഉണ്ണി നായിക, പിന്നെ ഇവിടുത്തെ അമേരിക്കയിലെ പ്രേക്ഷകരുടെ ഏറ്റവും പോപ്പുലറായ അക്കരെ കാഴ്ചകളിലെ അഭിനേതാക്കൾ, നാട്ടിൽ ഇന്ദ്രൻസിനെ പോലെയുള്ള മറ്റു ചില അഭിനേതാക്കൾ തുടങ്ങിയവർ ഒക്കെ അഭിനയിച്ച ഒരു നല്ല ചിത്രമായി ആ സിനിമ പൂർത്തീകരിക്കുകയും ചെയ്തു. ഈ ചിത്രങ്ങളിലൊന്നും വർക്ക് ചെയ്യാത്ത സമയത്ത് ഞാൻ ഇതിനു മുമ്പ് KSFDCയുടെ ബോർഡ് മെമ്പറായിട്ടിരുന്നിട്ടുണ്ട്. ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ബോർഡിലുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷക്കാലമായി നവയുഗ് ചിൽഡ്രൻസ് തിയേറ്റർ ആൻഡ് മൂവി വില്ലേജ് എന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള നാടകവേദിയും ചലച്ചിത്ര കളരിയും സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും എന്താണ് അങ്ങയുടെ പുതിയ പ്രോജക്റ്റുകളൊക്കെ? ഞാൻ ഉടനെ ചെയ്യാൻ പോകുന്നത് KR മീര എന്ന കഥാകാരി, മലയാളത്തിലെ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ഉൾപ്പെടെ ഇപ്പോഴേ ഏറ്റവും അറിയപ്പെടുന്ന എഴുത്തുകാരിൽ ഒരാളാണ്. KR മീരയുമായിട്ടുള്ള ഒരു പ്രോജക്റ്റ്, അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അതിന് ചില പ്രത്യേക ആർട്ടിസ്റ്റുകൾ വേണം, അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. മിക്കവാറും ജാനുവരി ഫെബ്രുവരിയോടുകൂടി ആ പ്രോജക്റ്റ് മൂവ് ചെയ്യും. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേ, ഗുരു കൃപ എന്ന് പറഞ്ഞ രാമായണത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്ലേ ഞങ്ങൾ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അണ്ടർ പ്രൊഡക്ഷനിലാണ്. അത് ഡിസംബറിൽ അരങ്ങേറാനുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യാനുള്ള കാട് ബേസ് ചെയ്താണ്. അതായത് കാട് സംരക്ഷിക്കാനുള്ളതാണ്, നശിപ്പിക്കാനുള്ളതല്ല. കാട് നശിപ്പിക്കപ്പെട്ടാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു സിനിമ. അത് കുട്ടികളുടെ പേഴ്സ്പെക്റ്റീവിൽ അവരിലൂടെ കാടിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു ചിത്രം. പരിസ്ഥിതി സംരക്ഷണം അല്ലേ? പരിസ്ഥിതി സംരക്ഷണവും വനസംരക്ഷണവും, അത് ആണ് ഇപ്പോഴത്തെ എൻ്റെ മുന്നിലുള്ള പ്രോജക്റ്റുകൾ. ഇവിടുത്തെ ആ ജീവിത രീതിയും ജീവിത രീതി നാട്ടിലെ ജീവിത രീതിയെ എങ്ങനെ താരതമ്യം ചെയ്യാമെന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിൽ തന്നെ അങ്ങക്ക് എന്താണ് തോന്നുന്നത് ഈ 2 ജീവിത രീതിയും വെച്ച് നോക്കുമ്പോൾ? ഒരുപാട് താരതമ്യ പഠനത്തിന് നമുക്ക് സാധിക്കത്തില്ല. അമേരിക്ക അത്രമാത്രം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഇവിടുത്തെ ഫെസിലിറ്റീസും അതൊന്നും നമ്മുടെ നാട്ടിലില്ലെങ്കിൽ പോലും ചെറിയ ഒരു 1-2 കാര്യങ്ങൾ പറയാനായിട്ട് എനിക്കുള്ളത്, ഞാനിപ്പോൾ ഇവിടെ വന്ന ഒരു വിവാഹത്തിൽ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മകൻ്റെ വിവാഹത്തിലാണ്. കാരണം നമുക്ക് സങ്കല്പിക്കാവുന്നതിനപ്പുറത്താണ് ഇങ്ങനെയൊരു വിവാഹം നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എത്ര സിസ്റ്റമാറ്റിക്കാണ്. തലേ ദിവസം റിഹേഴ്സൽ ചെയ്ത എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റാക്കി, അതുപോലെ തന്നെ പിറ്റേ ദിവസമാണെങ്കിലും വളരെ എലഗൻറ്റ് ആൻഡ് ഡീസൻ്റ് ആയിട്ടുള്ള ഓഡിയൻസ്. നമ്മുടെ നാട്ടിൽ ഒരു കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും ഇടിച്ച് കയറി ഭക്ഷണം കഴിക്കുകയാണ്. ഇത് ടേബിളിൽ
എല്ലാം സെറ്റ് ചെയ്ത് പേരും എഴുതി എല്ലാം അത്ര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ വിവാഹത്തെക്കുറിച്ചാണ് പറയുക. അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും എല്ലാം ഇപ്പം നമ്മൾ ഫ്ലൈറ്റിലാണെങ്കിലും എയർപോർട്ടിലാണ് എല്ലായിടത്തും ക്യൂ സിസ്റ്റം, റോഡ് സൗകര്യങ്ങൾ നമുക്ക് ഒരിക്കലും സ്വപ്നം പോലും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അമേരിക്കൻ ജാലകം.